ഹലോ, നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ലോങ് ടേം കെയർ ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ലോങ് ടേം കെയർ ഇൻഷുറൻസ് എന്താണ്, ഇത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ദീർഘകാല പരിചരണ ഇൻഷുറൻസ്, അതാണ് ലോങ് ടേം കെയർ എന്ന് പറയുന്നത്. ആരോഗ്യ ഇൻഷുറൻസ്, മെഡിക്കെയർ, എയ്ഡ് എന്നിവയൊക്കെ സാധാരണയായി നമ്മൾ കാണുന്ന ഇൻഷുറൻസുകളാണ്. അതിലൊന്നും ഉൾപ്പെടാത്തത്, അതായത് ഡെത്ത് ബെനിഫിറ്റ്, ഡിസേബിലിറ്റി ബെനിഫിറ്റ് തുടങ്ങിയ പരിചരണ ചെലവുകൾ ഉൾക്കൊള്ളുന്ന സ്കീമുകളെയാണ് ലോങ് ടേം കെയർ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സമ്പാദ്യം സംരക്ഷിക്കാനായിട്ട് നല്ലതാണ്. കാരണം ലോങ് ടേം കെയർ ഇൻഷുറൻസ് ഉയർന്ന പരിചരണ ചെലവുകൾ മൂലം നിങ്ങളുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുന്നത് തടയാനായിട്ട് സഹായിക്കും. ഗുണമേന്മയുള്ള പരിചരണം ഉറപ്പാക്കാനും ഇത് കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തികമായ മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. എന്നാൽ ഇതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജുകളും ഉണ്ട്. ഉയർന്ന പ്രീമിയമാണ് ഇത്തരം പോളിസികളിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ലോങ് ടേം കെയർ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ എപ്പോഴും ചെലവേറിയതാണ്, സങ്കീർണമായ പോളിസികളാണ്. ഈ പോളിസികളുടെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് കഠിനമായിരിക്കും. കാരണം അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറച്ച് മെഡിക്കൽ ഫീൽഡും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് അതെല്ലാം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് ഇത് ചിലപ്പോൾ പ്രയോജനപ്പെടാതിരിക്കാം. നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് മുൻകൂട്ടി ഒരു കാര്യത്തിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മഴ പെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ കുട മേടിച്ച് വെച്ചു, പക്ഷെ മഴ പെയ്തില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ആ കുട കളയാറില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. ചിലപ്പോൾ പ്രയോജനപ്പെടാതിരിക്കാം, പക്ഷേ ദീർഘകാല പരിചരണം ആവശ്യമാവാതെ വന്നു എന്ന് വിചാരിച്ചിട്ട് ചിലർ അങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്മൾ ആ പ്രീമിയം വെറുതെ ആയല്ലോ എന്ന്. നമ്മൾ ഒരിക്കലും ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തിട്ട് വണ്ടി പുറത്തിറക്കുമ്പോൾ അതെവിടെയെങ്കിലും ഇടിക്കണേ, ഇൻഷുറൻസ് ഒന്ന് മുതലാക്കണേ എന്ന് ആരും ചിന്തിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുന്നവർക്കാണെങ്കിൽ അതൊരു പ്രീമിയം നഷ്ടമായി എന്ന് തോന്നാം. പക്ഷേ അതൊരു അത്യാവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ, കുടുംബത്തിൻ്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ ഇത്തരം പോളിസികൾ അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ ആരോഗ്യം, കുടുംബചരിത്രം, സാമ്പത്തിക സ്ഥിതി എന്നിവയൊക്കെ വിലയിരുത്തിയിട്ട് വേണം നമുക്ക് ദീർഘകാലമായ പരിചരണ ഇൻഷുറൻസ് ആവശ്യമുണ്ടോ വാങ്ങണോ എന്ന് നമ്മൾ തീരുമാനിക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി വരും വരെ ടേക്ക് കെയർ, ബി ഹാപ്പി, ബൈ ബൈ.